നിങ്ങൾ പിന്നെ ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? ഹേ, പറ. മുന്നിൽ നിൽക്കുന്നവനെ സമാധാന ചർച്ചയ്ക്ക് തോളിൽ കൈയിട്ട് കൂട്ടിക്കൊണ്ടു പോവോ? ശിവ കലിയോടെ ചോദിച്ചതും ശേഖരൻ അവനെ അതിനേക്കാൾ ദേഷ്യത്തിൽ ഉറ്റുനോക്കി. നോക്കണ്ട. ഈ നോട്ടത്തിൽ പേടിച്ച് മിണ്ടാതെ വാ അടച്ച് മാറി നിൽക്കാൻ നിങ്ങളെന്നെ ജനിപ്പിച്ച തന്തയൊന്നുമല്ലല്ലോ. അവൻ തെല്ലെ രോഷം കുറയാതെ ശേഖരൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു വന്നതും ശേഖരൻ്റെ കൈ അവൻ്റെ മുഖത്താഞ്ഞു പതിച്ചു. കിട്ടിയ അടിയിൽ തൻ്റെ കണ്ണുകൾ ഇറുക്കെ അടച്ച് മുഖം ചെരിഞ്ഞു നിന്നവൻ പതിയെ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ അച്ഛനെ മുഖമുയർത്തി നോക്കി. ഇനി എന്നെ തല്ലിയ ഞാൻ തിരിച്ചു തല്ലും. ഈശ്വരനാണെ ഞാൻ തല്ലും. അതുകൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നിങ്ങൾ. രോഷം തിളച്ചു മറിയുന്ന അവൻ്റെ സ്വരത്തിൽ ആർക്കും കണ്ടെത്താൻ കഴിയാത്തൊരു നൊമ്പരം നിറഞ്ഞുപോയി. എന്നാ തല്ലടാ, തല്ല്. എത്ര കൊണ്ടാലും നന്നാവില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നിന്നെ ഇങ്ങനെയല്ലാതെ ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഹേ, ശേഖരൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചൊരു അലർച്ചയോടെ ചോദിച്ചു. ആരെ മനസ്സിലാക്കാൻ? നിങ്ങളെയോ? ഇന്ന് വരെ ഒരു തരിമ്പ് പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ലാത്ത നിങ്ങളെ ഞാൻ മനസ്സിലാക്കണോ? എന്തിൻ്റെ പേരിൽ? അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ എൻ്റെ ആരാ? എൻ്റെ അച്ഛനാണോ? അല്ലല്ലോ. അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കി അത് ചോദിക്കെ ശേഖരൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ കൂടുതൽ ശക്തിയിൽ പിടിമുറുക്കി. അല്ല, നിങ്ങളെൻ്റെ ആരുമല്ല. സ്വന്തം പെങ്ങൾ കാരിൽ നിന്നോ പിഴച്ചുണ്ടായൊരു സന്തതിയെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തി വലുതാക്കി. അതും പെറ്റ തള്ളയ്ക്ക് പോലും ഓർമ്മയില്ലാത്തൊരു കുഞ്ഞിനെ. ആ കാരണം നിങ്ങളെന്നോട് കാണിച്ചു അല്ലേ? ഇതല്ലേ നിങ്ങളെ ഞാൻ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് എന്നെ ഇത്രയും തല്ലിയിട്ടും തിരിച്ചു ഞാൻ തല്ലാത്തത് അതിൻ്റെ നന്ദിയായി കണ്ടാൽ മാത്രം മതി. ഉച്ചത്തിൽ സംസാരിച്ചു വന്നവൻ്റെ സ്വരം അല്പമൊന്ന് താഴ്ത്തിക്കൊണ്ടവൻ പറഞ്ഞതും ശേഖരൻ്റെ കണ്ണുകൾ അവനു മുന്നിൽ നിറഞ്ഞൊഴുകി. വർഷം ഇത്രയുമായിട്ടും പെങ്ങളെ പിച്ചി ചീന്തിയവനെ കണ്ടെത്താൻ കഴിഞ്ഞോ ചിറക്കൽ രാജശേഖരന്? ഇല്ലല്ലോ, കഴിയില്ല. അതാരാണെന്നറിയാൻ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല. പക്ഷെ എനിക്കറിയാം. കലി അടങ്ങാതെ ഒരു രഹസ്യം പോലെ അച്ഛൻ മാത്രം കേൾക്കും വിധം ഒരു രഹസ്യമായവൻ പറഞ്ഞതും ശേഖരൻ്റെ കണ്ണുകൾ അവനെ അമ്പരപ്പോടെ നോക്കിപ്പോയി. രുദ്ര, വർഷം ഇത്രയായിട്ടും തങ്ങൾ 3-4 പേർക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന ഈ രഹസ്യം അവൻ എങ്ങനെ അറിഞ്ഞു എന്നൊരമ്പരപ്പിൽ അങ്ങേയറ്റം മിടർച്ചയോടെ അവൻ്റെ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുപോയി ശേഖരൻ. പക്ഷെ എൻ്റെ വായിൽ നിന്ന് നിങ്ങളതറിയില്ല. പറയില്ല ഞാൻ. മരണം മുന്നിൽ കണ്ടാൽ പോലും പറയില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് നിങ്ങളോട്. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്. ഇന്ന് ഞാനിങ്ങനെ ആർക്കും കണ്ണിന് പിടിക്കാത്തവനായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ്. ഇന്നാ ഇറങ്ങിപ്പോയോളില്ലേ? ഇന്നീ ലോകത്ത് ശിവരുദ്ധ ആരെയെങ്കിലും ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ ഒരുത്തിയെയാണ്. എന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും പിടിച്ചു നിർത്താതെ ഇറങ്ങിപ്പോട്ടെ എന്ന് വെച്ചത് അതെനിക്ക് നിങ്ങളോടുള്ള വാശിയാണ്. എൻ്റെ ആരുമല്ലാത്ത നിങ്ങളുടെ വാക്കിനെ അംഗീകരിക്കില്ലെന്ന് എൻ്റെ വാശിയാണ് അവളെ പറഞ്ഞയച്ചത്. പക്ഷെ നിങ്ങളോടുള്ള വാശിക്കാണെങ്കിൽ പോലും അവളെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. തിരിച്ചു കൊണ്ടുവരും ഈ വീട്ടിലേക്ക് തന്നെ. അത് ചിറക്കൽ രാജശേഖരൻ്റെ മരുമകളായിട്ടല്ല, ഈ ശിവരുദ്ധിൻ്റെ ഭാര്യയായിട്ട്. കണ്ണുനീരോടെ തന്നെ നോക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി താങ്ങിക്കൊണ്ടുവന്ന അനിയും താനുവും അവൻ പറഞ്ഞത് കേട്ട് തരിച്ചു നിന്നുപോയി. അപ്പോൾ യാമി അവൻ ഇഷ്ടമായിരുന്നു? താനൊരു അതിശയത്തോടെ സ്വയം മനസ്സിൽ ചോദിച്ചു. പിന്നെ ഇന്ന് ഇവിടുന്ന് വാരിക്കൂട്ടി കൊണ്ടുപോയവൻ ജീവനോടെ തിരികെ വന്ന പിന്നെയും ഇതേ തൊല്ല തന്നെയാണ് എനിക്കെങ്കിൽ ഒരു സംശയം വേണ്ട, തീർക്കും ഞാൻ. അതും പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ഭീഷണിയോടെ ശേഖരൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞവൻ തൻ്റെ നെഞ്ചിൽ നിന്നും അച്ഛൻ്റെ കൈകൾ എടുത്തു മാറ്റി അകത്തേക്ക് നടന്നു. അച്ഛാ. നിറഞ്ഞ കണ്ണുകളോടെയുള്ള അച്ഛൻ്റെ ആ നിൽപ്പ് കണ്ട് അനി ഒരു നിശ്വാസത്തോടെ അച്ഛനെ നോക്കി അമ്മയുമായി അവൻ്റെ കാറിനടുത്തേക്ക് നടന്നു. തൻ്റെ മകനിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും ശേഖരൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം സൃഷ്ടിച്ചു. തന്നെ മറ്റാരേക്കാളും സ്നേഹിച്ച തൻ്റെ മകൻ, തൻ്റെ മേൽ മറ്റാരേക്കാളും അവകാശം കാണിക്കുന്നവൻ, തൻ്റെ മേൽ അത്രമേൽ അഭിമാനം കൊള്ളുന്നവൻ, അവൻ്റെ മനസ്സിൽ ഇന്ന് തന്നോടുള്ള ദേഷ്യവും വെറുപ്പും ശേഖരനെ വല്ലാതെ തളർത്തി. നീ അകത്തേക്ക് പൊക്കോ. അച്ഛാ. ഇനിയും ബോധം തെളിയാത്ത അമ്മയെ കാറിലേക്ക് കിടത്തിക്കൊണ്ട് അനി തനുവിനെ നോക്കി പറയുന്നതിനൊപ്പം ഇപ്പോഴും ആ നിന്ന നിൽപ്പിൽ നിന്നൊന്ന് അനങ്ങാതെ നിൽക്കുന്ന അച്ഛനെ വിളിച്ചു. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ ശേഖരൻ അവനെ വിളി കേട്ടു. പിന്നെ മെല്ലെ നടന്ന് കാറിലേക്ക് കയറിയിരുന്നു. അപ്പോഴും എത്ര നിയന്ത്രിച്ചിട്ടും അയാളുടെ കണ്ണുകൾ ഒഴുകുകയായിരുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അച്ഛൻ്റെ കണ്ണുനീർ കാണെ അനിക്ക് ആകെ വിഷമമായി. അത്രയും നേരം കൈവെള്ളയിൽ ചുരുട്ടി പിടിച്ച ഡിവോഴ്സ് പേപ്പർ വെറിയോടെ റൂമിനകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ശിവ റൂമിലേക്ക് കയറിയത്.
എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും തൻ്റെ ദേഷ്യം ഒട്ടും അടങ്ങാത്ത പോലെ അവൻ അത്രയും അസ്വസ്ഥതയോടെ തലയൊന്നൊഴിഞ്ഞുകൊണ്ട് നോക്കിയതും കണ്ണുകൾ ഉടക്കിയത് സൈഡ് ടേബിളിൽ അവൻ്റെ ലാപ്പിന് താഴെയായി മടക്കി വെച്ച ഒരു പേപ്പറിലായിരുന്നു. ഉള്ളു പിടയുന്ന ഒരു വെപ്രാളത്തോടെ അവൻ ആ ലെറ്റർ എടുത്ത് വായിച്ചതും അവൾ എഴുതിയ ഓരോ വരികളിലൂടെയും അവൻ്റെ മിഴികൾ പരതുമ്പോൾ അതുവരെ ഒഴുകാൻ മടിച്ചു നിന്ന കണ്ണുനീർ അവൻ്റെ കൺതടങ്ങളും കടന്ന് കവിളിലേക്ക് ഒഴുകി. പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ മൊബൈലെടുത്ത് ആർക്കോ വിളിച്ചു. എത്ര വിളിച്ചിട്ടും വിളിച്ചയാൾ കോൾ എടുക്കുന്നില്ല എന്ന് കണ്ടതും പല്ല് ഞെരിച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടവൻ ഫോണുമായി പടികൾ ഓടിയിറങ്ങി. യാമി അവൻ എഴുതിയ ആ കത്ത് ഭദ്രമായി മടക്കി ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെക്കാൻ മറന്നില്ല. പടികൾ നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു. പെട്ടെന്നൊരു കുതിപ്പ് പോലെയുള്ള വരവായത് കൊണ്ട് തന്നെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സുമതി ചേച്ചിയുടെ കയ്യിൽ നിന്നും ശിവയെ കണ്ട് പേടിച്ച് പാത്രം പിടിവിട്ട് താഴെ വീണുപോയി. സരസ്വതി അമ്മ എവിടെ? തന്നെ പേടിയോടെ നോക്കുന്നവരെ നോക്കി ഗൗരവത്തോടെ അവൻ ചോദിച്ചതും സുമതി ചേച്ചിയുടെ കണ്ണുകൾ സരസ്വതിയമ്മ കിടക്കുന്ന റൂമിന് നേർക്ക് നീണ്ടു. ശിവ വേഗം അങ്ങോട്ടേക്ക് നടന്നു. റൂമിലേക്ക് കയറിയതും കരഞ്ഞു കരഞ്ഞ് മൂക്ക് പിഴിഞ്ഞിരിക്കുന്ന സരസ്വതിയമ്മയെ കണ്ടു. രാമച്ചൻ്റെ നമ്പറല്ലാതെ ആളെ വിളിച്ചാൽ കിട്ടുന്ന വേറെ നമ്പർ പറഞ്ഞേ. അത്രയും തിടുക്കത്തോടെ ശിവ ചോദിച്ചതും സരസ്വതിയമ്മ അവനെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ നോക്കി ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ചുമ്മാ എന്നെ നോക്കി പേടിപ്പിക്കാതെ മൂപ്പിലെന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ പറ സരസ്വതി. രാമച്ചൻ പോയിട്ട് സരസ്വതി അമ്മയുടെ അച്ഛൻ പോലും അത്രയും ഒരു സ്വാതന്ത്ര്യത്തിൽ പേരെടുത്ത് വിളിച്ചു കാണില്ല. അങ്ങനെയായിരുന്നു ആ ചോദ്യം. എന്തിനാ? ദേഷ്യത്തോടെ നോക്കിയ കണ്ണുകൾ ആദ്യം ആ ചെറുക്കനെ ഒന്ന് ഭയപ്പെട്ടെങ്കിലും സരസ്വതി അമ്മ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഒരു രണ്ടാം കെട്ടിന് പെണ്ണന്വേഷിക്കായിരുന്നു. അല്ല പിന്നെ ദേ എന്താന്ന് വേണേ ദേ നോക്ക്, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കാം. ഈ നേരത്ത് നമ്മൾ തമ്മിലൊരു സംസാരം ശരിയാവില്ല. ഞാൻ ചോദിച്ച നമ്പറുണ്ടെങ്കിൽ എടുക്ക് പെട്ടെന്ന്. വാവിട്ടെന്തോ പറയാനൊരുങ്ങിയതവൻ പാടുപെട്ട് പറയാതെ വെച്ചവൻ ദേഷ്യത്തോടെ ചോദിച്ചതും സരസ്വതി തലയിണക്കിടയിൽ നിന്നും തൻ്റെ ഫോൺ എടുത്ത് ഒരു നമ്പർ എടുത്ത് അവന് നേർക്ക് കാണിച്ചു കൊടുത്തു. ആരുടെ നമ്പറാ? വേഗത്തിൽ ആ നമ്പർ തൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്ത് കൊണ്ടവൻ സരസ്വതിയെ നോക്കിയത് ചോദിച്ചു. അടുത്ത കടയിലെ ചെക്കൻ്റേതാ, രമേശൻ്റെ. സരസ്വതിയമ്മ ഉള്ളിൽ അത്രയും വെറുപ്പ് നിറച്ചു കൊണ്ടവനെ നോക്കി. കണ്ണിൽ ഇപ്പോഴും ആരോടും കൂട്ടിനില്ലാത്ത ആ പെൺകുട്ടിയുടെ മുഖമാണ്. നിസ്സഹായയായി തങ്ങൾക്ക് മുന്നിലിരുന്ന് ആരുമില്ല സഹായിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞ് ഇപ്പോഴും കണ്ണിൽ കാണാം. ശിവ പക്ഷേ നമ്പർ കിട്ടിയതും അതിൽ കോൾ ചെയ്തുകൊണ്ട് നേരെ പുറത്തേക്ക് നടന്നു. ഹലോ, രമേശനല്ലേ? ഞാൻ രാമച്ചൻ്റെ ഒരു പരിചയക്കാരനാണ്. ആളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഒന്ന് ഫോൺ കൊടുക്കോ, അർജൻറ്റാ. മറുപുറം കോൾ എടുത്തതും ശിവ ധൃതിയിൽ കാര്യം പറഞ്ഞതും അയാൾ തിടുക്കത്തിൽ തന്നെ ഫോൺ രാമച്ചന് കൊണ്ടുകൊടുത്തു. ഹാ രാമച്ച, ഇത് ഞാനാ രുദ്രൻ. ഞാൻ വിളിച്ചതേ, ഇവിടുന്ന് ഒരുത്തി എന്നെ ഡിവോഴ്സ് ചെയ്ത് വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്നൊരു ടാക്സിയോ മറ്റോ വിളിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡ് വേണ്ട, അവിടെ കാണില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ, അവിടെ കാണും. മിക്കവാറും പെട്ടെന്ന് പോകണം. എന്നിട്ട് കണ്ടു കിട്ടിയ കൈയോടെ പൊക്കി വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയണ്ട. പറഞ്ഞാൽ കൂടെ വരില്ല. അതുകൊണ്ട് സരസു വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം. എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടാക്കി തരാമെന്ന് പറ. പെട്ടെന്ന് പോകണം, സമയമില്ല. പോയാൽ മാത്രം പോരാ, കണ്ടാൽ മറക്കാതെ എന്നെ വിളിച്ച് പറയണം. ഇപ്പോഴുള്ള അവളുടെ ഈ ദേഷ്യം ഒന്ന് തണുത്തിട്ട് ഞാനങ്ങ് വന്നോളാം. ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞേൽപ്പിക്കുന്ന അവൻ്റെ വാക്കുകൾ കേൾക്കെ പെട്ടെന്നിപ്പോൾ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത് എന്ന് ഓർത്തു പോയെങ്കിലും അവൻ ധൃതി കൂട്ടിയതോടെ രാമച്ചൻ ടാക്സി സ്റ്റാൻഡിൽ നിന്നും ഒരു ടാക്സി വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. താൻ പോക്കറ്റിൽ മടക്കി വെച്ച ആ കത്തിൽ മെല്ലെയൊന്ന് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവനും എങ്ങോട്ടെന്നില്ല അറിയാതെ നടന്നു. ആ നടത്തം നേരെ എത്തിയത് മുളങ്കാട്ടിലും. എൻ്റെ സച്ചു, എനിക്കൊന്നും അറിയില്ല. ഈ പെണ്ണിത ഇവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുന്നു. അവൾ എന്തൊക്കെയോ രുദ്രനോട് പറഞ്ഞെന്നോ, രുദ്രനത് കേട്ട പാടെ അവളെ കൂട്ടി ചിറക്കിലേക്ക് ചോദിക്കാൻ പോയെന്നോ, അവിടെ എന്തൊക്കെയാ വഴക്കും തല്ലും ഒക്കെ ആയെന്നൊക്കെയാ ഇതാ പറയുന്നത്. എന്താ, ഞാൻ ഫോൺ കൊടുക്കാം, നീ തന്നെ ചോദിച്ചു നോക്ക്. കോളേജിലേക്ക് പോയവൾ ഉച്ചനേരത്തേക്ക് വീട്ടിലേക്ക് കയറി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയ സച്ചുവിൻ്റെ അമ്മ എന്തോ കാര്യമായ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് തോന്നി ഉടനെ സച്ചുവിനെ വിളിച്ചു കാര്യം പറഞ്ഞു. എന്താ പാറു, എന്താ പ്രശ്നം? നീ എന്താ ശിവയോട് പറഞ്ഞേ? അവൻ ആരോട് ചോദിക്കാൻ പോയി? കുഞ്ഞോൾക്കൊപ്പം ഇരുന്ന് ഊണ് കഴിക്കുകയായിരുന്ന സച്ചു പ്രശ്നം എന്താണെന്നറിയാതെ ആകെ സംശയത്തോടെ ചോദിച്ചു. ഏട്ടാ, ഞാൻ ഇന്ന് കോളേജിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ അയാളെ കണ്ടു. പാറു കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു തുടങ്ങി. ആരെ? അബിയെയോ?
സച്ചു സംശയത്തോടെ ചോദിച്ചു. അബിക്ക് കുഞ്ഞോളെ കാണുമ്പോഴുള്ള ഒരു ഇളക്കം അത് ശിവയ്ക്കും സച്ചുവിനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർക്കറിയാമെന്നത് മറ്റാർക്കും അറിയില്ല. ഇനി അബി ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ എന്നാണ് സച്ചുവിൻ്റെ ചിന്ത. അല്ല, അയാളെ, ആ അജയ്. അജുവോ? അവൻ എന്തിനാ നിന്നെ കാണാൻ വന്നത്? സച്ചു കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ ചുരുക്കി ചോദിച്ചതും അവനൊപ്പം തന്നെ അൻവിയും എഴുന്നേറ്റു. അത് പിന്നെ അല്ല, എന്നെ അഭിയേട്ടൻ ഇന്നലെ വന്ന് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാനും അപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞു. അതിന് അയാൾ എന്നെ കാണാൻ വന്നത്. എന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്നറിയോ? എന്തൊക്കെയോ തെറിയെന്നൊക്കെയാണ് വിളിച്ചത്. അതും അവിടെയുള്ള കുട്ടികളൊക്കെ കേട്ടു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അയാൾ എന്നെ തല്ലി. അതാ ഞാൻ ശിവേട്ടനോട് പറഞ്ഞത്. അത് ചോദിക്കാൻ എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് വലിയ വഴക്കായി ഏട്ടാ. അയാളെ ശിവേട്ടൻ കുറേ തല്ലി. പക്ഷേ അയാൾ അവിടെ ശിവേട്ടൻ്റെ അച്ഛനോട് പറയാം ഞാനും ശിവേട്ടനും തന്നിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന്. വലിയ പ്രശ്നം അവിടെ. ശിവേട്ടനും അച്ഛനും കൂടിയ ഇപ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്നെ ചൊല്ലിയ വഴക്ക്. ഏട്ടനൊന്ന് വേഗം വാ, എനിക്ക് പേടിയാവുന്നുണ്ട്. താൻ പറയുന്നതൊക്കെ കേട്ട് തന്നെ നോക്കി അൻവിയും കണ്ണിരുട്ടുന്ന അമ്മയെ ദയനീയമായി നോക്കുന്നതിനൊപ്പം അവിടെ പ്രശ്നം എത്രത്തോളം വലുതായി കാണുമെന്ന് ഓർത്തവൾ കരഞ്ഞുപോയി. നീ എന്തിനാ പാറു ശിവയോട് പോയി പറഞ്ഞത്? അവൻ്റെ ദേഷ്യം എങ്ങനാവുമെന്ന് നിനക്കറിയില്ലേ? എന്നോട് അബിയോടോ പറഞ്ഞാൽ പോരായിരുന്നോ? നീ വെച്ചേ, ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. സച്ചൊരു ശാസനയോടെ അവളോട് ചോദിക്കുന്നതിനൊപ്പം ആ കോൾ കട്ട് ചെയ്ത് വേഗം ശിവയുടെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്യുന്നു എന്നല്ലാതെ കോൾ എടുക്കുന്നില്ല എന്ന് കണ്ടതും സച്ചുനാകെ നിൽപ്പുറപ്പാകാത്ത ഒരവസ്ഥയായി. നിന്റെ ഫോൺ അബിയുടെ നമ്പറില്ലേ? നീ അവനെ ഒന്ന് വിളിച്ചേ. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ സച്ചു കുഞ്ഞോളെ നോക്കി പറഞ്ഞതും കുഞ്ഞോളൊരു തലയാട്ടലോടെ വേഗം ഫോണെടുത്ത് അബിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഇതേ സമയം പ്രഷർ ഹൈ ആയി ബോധം മറിഞ്ഞ സുഭദ്രാമയെ ഒരു ഒബ്സർവേഷന് വേണ്ടി കാഷ്വാലിറ്റിയിൽ കിടത്തിയിരിക്കുകയാണ്. അജുവിന് പക്ഷേ കുറച്ച് നല്ല അത്യാവശ്യം വലിയ പരിക്കുകളോടെ എന്ന ജീവനാപത്തില്ലാതെ ഐസിയുവിലും കിടത്തിയിട്ടുണ്ട്. രാജശേഖരൻ ഇപ്പോഴും തൻ്റെ മകൻ്റെ വായിൽ നിന്നും കേട്ട ഓരോ വാക്കുകളും ഓർത്തെടുത്ത് ആ ഹൃദയവേദനയിൽ മരവിച്ച പോലെ ഹോസ്പിറ്റലിൽ വരാന്തയിലൂടെ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. കുറച്ച് ദൂരെയായി അച്ഛനെ നോക്കി നിന്നിരുന്ന അഭിമെല്ലെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ. അവനൊരു വിളിയോടെ ശേഖരൻ്റെ തൊട്ടരികിൽ അയാളോട് ചേർന്നിരുന്നതും ശേഖരൻ അറിയാതെ തന്നെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു പോയി. രുദ്രനെ നമുക്കറിയില്ലേ അച്ഛാ? അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ വായിൽ വന്നതൊക്കെ പറഞ്ഞു പോകുന്നതാ. ആ പറഞ്ഞതൊന്നും അവൻ്റെ മനസ്സിൽ കാണില്ല. അഭി താഴ്ന്ന സ്വരത്തിൽ മെല്ലെ പറഞ്ഞതും ശേഖരൻ ഇടർച്ചയോടെ ഒന്ന് മൂളി. യാമി പറഞ്ഞ പോലെ അവനും പാർവും തമ്മിൽ തെറ്റായൊന്നുമില്ലച്ചാ. അത് പറഞ്ഞിട്ടാ അവന് ദേഷ്യം കൂടിയത്. അത് അച്ഛനോടുള്ള ദേഷ്യമോ അല്ല, എന്നോടാ. ഞാനാ തെറ്റുകാരൻ, രുദ്രനല്ല. എനിക്കാ പാറുവിനെ ഇഷ്ടം. അക്കാര്യം സംസാരിക്കാൻ അജു അവളെ കാണാൻ കോളേജിൽ പോയതും അവിടെ വെച്ച് അവർ രണ്ടാളും അതും ഇതും പറഞ്ഞ് വഴക്കായി. അജു പാറുവിനെ തല്ലി. അത് ചോദിക്കാനാ രുദ്രൻ അവളെ കൂട്ടി വീട്ടിൽ വന്നത്. ഇതൊക്കെ അപ്പോഴേ എനിക്ക് അച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു. അച്ഛന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പേടിച്ചാ. സോറി അച്ഛാ. അഭി അത്രയും സങ്കടത്തോടെ അച്ഛൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞതും ശേഖരൻ്റെ കണ്ണുകൾ ആ തലച്ചെറിച്ചവനെ ഓർത്ത് വീണ്ടും വീണ്ടും നിറഞ്ഞുപോയി. എങ്കിലും തൻ്റെ അരികിൽ വിഷമിച്ചിരിക്കുന്നവനെ ഒന്ന് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാനും അയാൾ മറന്നില്ല. എല്ലാം തുറന്നു പറഞ്ഞൊരു സമാധാനത്തോടെ അച്ഛനോട് ചേർന്നിരിക്കുമ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് കുഞ്ഞോള് വിളിക്കുന്നത്. കാളെടുത്തതും സംസാരിക്കുന്നത് സച്ചു ആണെന്ന് കാണെ അബി ഒരു പരുങ്ങലോടെ അച്ഛനരികിൽ നിന്നും എഴുന്നേറ്റ് അല്പം ദൂരേക്ക് മാറി നിന്നു. അവിടെ എന്താ അബി പ്രശ്നം? ശിവയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടായോ? അച്ഛന് എന്ത് പറ്റി? അത്രയും ഗൗരവത്തോടെയുള്ള സച്ചുവിൻ്റെ സംസാരം ഒരു പക്ഷേ അബി ആദ്യമായിട്ടാവും കേൾക്കുന്നത്. കുറച്ചൊന്നും മടിച്ചാണെങ്കിലും യാമി ഇറങ്ങിപ്പോയതടക്കം അബി വീട്ടിൽ നടന്നതെല്ലാം അവനോട് പറഞ്ഞു. യാമി പോയോ? എങ്ങോട്ട്? സച്ചു ഒരു ഞെട്ടലോടെ ചോദിച്ചു. അറിയില്ല, അബി ദയനീയമായി പറഞ്ഞു. അറിയില്ലെന്നോ? ശിവ അവളെ തിരിച്ചു വിളിച്ചില്ലേ? സച്ചു വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. ആര്? രുദ്രനോ? സച്ചുവിന് അവനെ ശരിക്കും അറിയില്ലേ? അവൻ വിളിക്കുവോ? എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ പോൽ തിരിച്ച് വിളിച്ചില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്കാവും എന്തായാലും പോയിട്ടുണ്ടാവുക. അവിടെയൊക്കെ പോയി നോക്കാം. പക്ഷേ അവൻ അവിടെ ഒത്തിരി തിരഞ്ഞു, കണ്ടില്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും വിവരം കിട്ടുമോയെന്ന്. അറിഞ്ഞാൽ ഞാനപ്പോൾ വിളിക്കാം. ഇപ്പോൾ ഞാൻ വെക്കട്ടെ.
അമ്മയും കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുക ഞാനും അച്ഛനും. അബി അത്രയും താഴ്മയായി തന്നെ ചോദിച്ചതും സച്ചു ഒരു മൂളലോടെ കോൾ കട്ട് ചെയ്തു. ശേഷം വീണ്ടും ശിവയുടെ നമ്പറിലേക്ക് വിളിച്ചു. എത്ര വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല എന്ന് കണ്ടതും തന്നോടിപ്പോൾ സംസാരിക്കാൻ വയ്യെന്നവൻ തീരുമാനിച്ചതാണെന്ന് സച്ചുവിന് മനസ്സിലായി. നീ ബാഗ് പാക്ക് ചെയ്തേ, നമുക്ക് തിരിച്ചു പോകാം. വായിൽ വന്ന നല്ല 4 തെറി ശിവയെ മനസ്സിൽ വിളിച്ചുകൊണ്ടവൻ കുഞ്ഞോളോട് പറഞ്ഞു. എന്താ സച്ചുവേട്ടാ, എന്താ പ്രശ്നം? കുഞ്ഞോളൊരു മനസ്സമാധാനമില്ലാതെ അവനോട് തിരക്കി. അതൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ പറയാം, നീ വേഗം വേണ്ടതൊക്കെ എടുത്ത് വെച്ച്. സച്ചു ധൃതി കൂട്ടി. ഇപ്പോഴത്തെ യാമിയുടെ ദേഷ്യത്തിനു മുന്നിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിന്ന പ്രശ്നം കൂടുതൽ വഷളാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് രാമച്ചനെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചത്. എന്തായാലും എന്നെ വിട്ട് എത്ര ദൂരത്തേക്ക് പോകാമോ അത്രയും ദൂരത്തേക്ക് പോകണം എന്ന് തന്നെയാവും അവളുടെ തീരുമാനമെന്ന് ഊഹിച്ചത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡിൽ പോണ്ട, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതിയെന്ന് രാമച്ചനോട് പറഞ്ഞത്. ഏതോ ട്രെയിൻ കയറാൻ നിൽക്കുന്നതിൻ്റെ നിമിഷങ്ങൾ മുൻപാണ് രാമച്ചൻ അവളെ കണ്ടതെന്നും തന്നെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. എന്താ മോനെ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചുള്ള രാമച്ചൻ്റെ കോൾ വന്നപ്പോഴാണ് മുളങ്കാട്ടിൽ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒരു സ്വസ്ഥതയില്ലാതെ വന്നവൻ്റെ മനസ്സ് കുറച്ചെങ്കിലും ഒന്ന് തണുത്തത്. എല്ലാം ഞാൻ നേരിൽ വന്ന് പറയാം. അവളെ മറ്റെങ്ങോട്ടും വിടലേ എന്ന് പറഞ്ഞ കോൾ അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ കലങ്ങിയ കൺകോളിൽ എവിടെയോ പ്രിയപ്പെട്ടവളെ ഓർത്തൊരു നോവിൻ്റെ ചിരി വിരിഞ്ഞു. ഇന്നൊരു ദിവസം കൊണ്ടെല്ലാം തകിടം മറിഞ്ഞു പോയതോർക്കെ അവൻ്റെ മനസ്സ് വീണ്ടും നൊമ്പരങ്ങളാൽ വിങ്ങി തുടങ്ങിയപ്പോഴാണ് അവിടുന്ന് എഴുന്നേറ്റ് നേരെ ഷാപ്പിലേക്ക് നടന്നത്. അവിടെ ചെന്നപ്പോൾ 2 കുപ്പി കള്ളും പറഞ്ഞു കുടിച്ചിരിക്കുമ്പോഴാണ് സച്ചുൻ്റെ കോൾ. മനഃപൂർവ്വം അതെടുക്കാൻ നിന്നില്ല. താനോ ഇങ്ങനെയായി. അവൻ്റെ സന്തോഷം കൂടെ കളയണ്ടെന്നൊരു അലസഭാവത്തിൽ കൊണ്ട് വന്ന കള്ളവൻ കുറേശ്ശെ കുടിച്ചുകൊണ്ട് ബെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. നെഞ്ചിൽ കുമിഞ്ഞു കൂടുന്ന നൊമ്പരങ്ങൾക്കെല്ലാം മേലെ പ്രിയപ്പെട്ടവളുടെ മുഖം തെളിഞ്ഞു കാണേ. തന്നെ വേണ്ടെന്ന് വെച്ചിറങ്ങിയവളുടെ തന്നോടുള്ള പരിഭവങ്ങളെ ഇനി എങ്ങനെ നേരിടുമെന്ന് ഓർത്തവൻ്റെ ചുവന്ന് കലങ്ങിയ കൺകോളിൽ നൊമ്പരം കലർന്നൊരു പുഞ്ചിരി തെളിഞ്ഞു. ആ ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു തുടങ്ങിയതും പെട്ടെന്നാണ് മൊബൈൽ റിങ് ചെയ്തത്. സച്ചു ആയിരിക്കും എന്നോർത്ത് ഫോൺ സൈലൻ്റ് ഇടാൻ ഒരുങ്ങുന്നതും അമ്മയാണ് വിളിക്കുന്നതെന്ന് കാണെ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. എടുക്കില്ല എന്ന് വാശി തോന്നിയെങ്കിലും ഇന്ന് ബോധമില്ലാതെ കിടന്ന അമ്മയുടെ മുഖം ഓർക്കെ അവൻ ആ കോൾ എടുത്തൊന്നും മിണ്ടാതെ കാതോട് ചേർത്തു. മോനെ ശിവ, ഇവിടെ റോഡിൽ ആരൊക്കെയോ കുറച്ച് പേര് അച്ഛനെ. അയ്യോ ശേഖരേട്ടാ, അമ്മയ്ക്ക് പേടിയാന്നടാ. അബി അച്ഛൻ. കരഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ സ്വരം. ശിവ കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അമ്മ ഇപ്പോൾ എവിടെയാ? അവനൊരു വെപ്രാളത്തോടെ ചോദിച്ചു. മോനെ, അയ്യോ, റോഡിന് നടുവിൽ വെച്ചുള്ള സംഘർഷം കണ്ട് സുഭദ്രാമ്മ ഉറക്കെ കരഞ്ഞു. അമ്മേ, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന്? അമ്മയുടെ കരച്ചിൽ ഉയർന്നതും ശിവയൊരു അലർച്ചയോടെ അമ്മയോട് ചോദിച്ചു.